ഹായ്, ഹീലിംഗ് പവറിൻ്റെ മാജിക് പ്രാക്ടീസ് ഡേ 6ലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഡേ 1 മുതലുള്ള വീഡിയോസ് ഓർഡറായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ഡേ 1 മുതൽ ഡേ 5 വരെയുള്ള പ്രാക്ടീസ് കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അത് നിങ്ങൾ കണ്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം ഡേ 6ലേക്ക് വരിക. ഓക്കെ, ഇപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. ഒപ്പം തന്നെയുള്ള ബെൽ ബട്ടണും ഒന്ന് ഓണാക്കി വയ്ക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങളെല്ലാവരും ഡേ 1 മുതലുള്ള ഡേ 5 വരെയുള്ള വീഡിയോസ് എല്ലാവരും കണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഡേ 6 ആണ്. ഡേ 6ലെ പ്രാക്ടീസാണ്. ഡേ 6ൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ലെസൺ എന്ന് പറയുന്നത് വർക്ക്സ് ലൈക്ക് മാജിക് എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരുപാട് ആളുകളെ നമ്മുടെ ചുറ്റുവട്ടത്ത് അല്ലെങ്കിൽ നമ്മുടെ അറിവിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. വളരെയധികം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, സാധാരണ ജീവിതം നയിച്ചു വരുന്ന ആളുകൾ, അല്ലെങ്കിൽ സാധാരണക്കാരുടെ മക്കൾ വലിയ ഉയർന്ന നിലയിലുള്ള ജോലിയിലേക്ക് എത്തിപ്പെടുന്ന സംഭവങ്ങൾ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഉദാഹരണം നമുക്ക് പറയാൻ സാധിക്കും. നമ്മുടെ പ്രധാനമന്ത്രി ഉണ്ട്, അതുപോലെ തന്നെ എബ്രഹാം ലിങ്കൺ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലും പലരെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പെട്ടെന്ന് അവരുടെ ഉയർച്ച വളരെ വലുതായിരിക്കും. അങ്ങനെ സാധാരണ നിലയിൽ നിന്ന് വളരെ ഉയർന്ന നിലയിലുള്ള ജോലിയും അവരുടെ സമ്പത്തും ഒക്കെ വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ വിജയിക്കാൻ പറ്റാത്തത്? ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളുണ്ടോ? അന്ന് ഉയർച്ച ഇല്ലാതെ നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയുണ്ടോ? എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു കരിയറിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ സക്സസ് ആവാതിരിക്കാനുള്ള ഒരു മെയിനായിട്ടുള്ള മിസ്സിങ് ലിങ്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലെന്നുള്ളതാണ്. അതായത് ഉപകാര സ്മരണ, നമുക്ക് നന്ദിയില്ലാത്ത ഒരു ജീവിതമാണ്. നമുക്ക് കിട്ടിയിട്ടുള്ള സൗഭാഗ്യങ്ങളെക്കുറിച്ച്, സമ്പത്തിനെക്കുറിച്ച് നമുക്ക് വേണ്ട രീതിയിൽ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്ന ഒരു മാനസികാവസ്ഥ ഇല്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കഴിഞ്ഞ വീഡിയോസിലേക്ക് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു, ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു പവറിനെ കുറിച്ച് പറഞ്ഞു. നമുക്ക് ജീവിതത്തിൽ ഉള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഇല്ല എന്ന് പരാതി പറയുന്നതിന് പകരം നമ്മുടെ ജീവിതത്തിൽ ഉള്ള കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുക, ഓരോ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകുന്നതിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് നമുക്കറിയാം, ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കും, ഇതൊന്നും ഇല്ലാതെ തന്നെ ഒരുപാട് പേര് പണക്കാരായിട്ടുണ്ടല്ലോ, നന്ദിയൊന്നും പറയാതെ തന്നെ പണക്കാരായിട്ടുണ്ടല്ലോ. അവർക്കൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവരുടെ ഒന്നില്ലെങ്കിൽ അവരുടെ സമ്പത്ത് നിലനിന്ന് പോകുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ, സമാധാനമില്ലായ്മ, സന്തോഷമില്ലാത്ത ഒരു ജീവിതം നയിക്കുന്നവരായിരിക്കും കൂടുതലും. അപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക, ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക എന്ന് പറയുന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലേക്ക് ഏറ്റവും കൂടുതൽ സക്സസ്, ജീവിതം മാറ്റിമറിക്കുന്ന, ജീവിത വിജയത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക എന്നുള്ളത്, നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളത്. നിങ്ങളുടെ ജോലിക്ക് പോകുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരാൾ മാത്രമായിരിക്കും നിങ്ങളെ ആത്മാർത്ഥമായിട്ട് താല്പര്യമുള്ള ആളുകൾ. കാരണം ഒരാൾ, അല്ലെങ്കിൽ പലരും പറയുന്നൊരു കാര്യമാണ്, ഞങ്ങളുടെ ഓഫീസിൽ ആർക്കും എന്നെ കണ്ടുകൂടെ, എല്ലാവരും പാര പണിയുന്നവരാണ്, എല്ലാവരും പരസ്പരം അങ്ങനെ ഇഷ്ടപ്പെടാത്ത ആളുകളാണുള്ളത്, നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് അവിടെ പിടിച്ചു നിന്ന് പോകാൻ എന്നൊക്കെ പറയാറുണ്ട്. അവിടെയും നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരാളെങ്കിലും ഉണ്ടാകുമെന്നുള്ളതാണ്. അങ്ങനെയുള്ള ആ വ്യക്തിക്ക് നിങ്ങൾ നന്ദി പറയുക എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, നിങ്ങളുടെ ഓഫീസിലാവട്ടെ, നിങ്ങളുടെ കൊളീഗ്സ്, നിങ്ങളുടെ ബോസിനൊക്കെ നിങ്ങൾ നന്ദി പറയുക. നിങ്ങൾ ഒരു പേന കയ്യിലെടുക്കുമ്പോൾ പോലും ആ പേനയ്ക്ക് നന്ദി പറയുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ കീഴ് ജീവനക്കാർ അല്ലെങ്കിൽ കീഴ് ജോലിക്കാരുണ്ടാവാം, നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് ജോലിക്കാരുണ്ടാവാം, നിങ്ങളുടെ പറമ്പിൽ പണിയെടുക്കുന്ന ആളുകളുണ്ടാവും. ഇവരോടൊക്കെ നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുക. കാരണം അവരുടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിങ്ങൾ വിജയം അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിൽ അവർ കൊച്ചു നന്മകൾ ചെയ്യുമ്പോൾ, നല്ല രീതിയിൽ ജോലി ചെയ്യുമ്പോൾ അവരെ അപ്രിഷ്യേറ്റ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളൊക്കെ ഒരുപക്ഷെ പൈസ കുറച്ച് ചില ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പൈസയുള്ള ആളുകൾക്ക് ബാക്കി സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകളോട് അല്ലെങ്കിൽ ഇതുപോലുള്ള ജോലിക്കാരുടെ വലിയ പുച്ഛമായിരിക്കും.
ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നുള്ളതാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവരുടെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും കുടികൊള്ളുന്ന ചൈതന്യം, ജീവൻ്റെ ചൈതന്യം എന്ന് പറയുന്നത് ഒന്നാണ്. ഒരേപോലുള്ള ചൈതന്യം തന്നെയാണ് നിങ്ങളിലും അവരിലും കുടികൊള്ളുന്നത്. അപ്പോൾ അവരെ വില കുറച്ച് കാണാതെ, അല്ലെങ്കിൽ അവരെ തരം താഴ്ത്തി കാണാതെ, അവർക്ക് അർഹിക്കുന്ന പരിഗണന കൊടുത്തുകൊണ്ട് അവർക്കും അവർ ചെയ്യുന്ന നല്ല ജോലികൾ നന്ദി പറയുന്ന അല്ലെങ്കിൽ അവരെ അഭിനന്ദിക്കുന്ന ഒരു മനോഭാവം നിങ്ങൾക്കുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തു നിന്ന് അവർ ചെയ്യുന്ന ജോലി കുറച്ചുകൂടി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവും എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഓഫീസിലാവട്ടെ. അപ്പോൾ നിങ്ങളെ മറ്റുള്ളവർ ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ വെറുക്കുന്നു, നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് തരുന്നില്ല, അത്തരം ഒരു അനുഭവമാണുള്ളത്. ഒരാൾ മാത്രമാണ് നിങ്ങളെ അല്പമെങ്കിലും ആത്മാർത്ഥത കാണിക്കുന്നത്, നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങൾ നിരന്തരം നന്ദി പറയുക. അങ്ങനെ നിങ്ങൾ നിരന്തരം നന്ദി പറയാൻ തുടങ്ങിക്കഴിയുമ്പോൾ ഒന്നില്ലെങ്കിൽ മറ്റുള്ള ആളുകൾ, നിങ്ങളോട് വിരോധമുള്ള ആളുകൾ ഒന്നില്ലെങ്കിൽ ആ ഓഫീസിൽ നിന്ന് തന്നെ അകന്നു പോകും. കാരണം നിങ്ങൾ നന്ദി പറയാൻ തുടങ്ങുമ്പോൾ അതൊരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ ഈ എനർജിയായിട്ട് മാച്ച് ചെയ്യാതെ വരുമ്പോൾ ഒന്നില്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ അവിടുന്ന് സ്ഥലം മാറിപ്പോവും ജോലി സ്ഥലത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് സ്ഥലം മാറ്റം കിട്ടി മറ്റൊരു സ്ഥലത്തേക്ക് ജോലി മാറ്റം കിട്ടിപ്പോവും. അവിടെ ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകൾ മുഴുവൻ നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ടുള്ള കൊളീഗ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് ആളുകളുടെ കൂട്ടത്തിലേക്കായിരിക്കും നിങ്ങൾ എത്തിപ്പെടുക എന്നുള്ളത് വലിയ അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവമായിരിക്കും നിങ്ങളെ സംബന്ധിച്ച്. കാരണം ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുന്നുള്ള. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന റോഡുണ്ടാക്കിയവർക്കും അതിൻ്റെ പിന്നിൽ അധ്വാനിച്ചിരിക്കുന്നവർക്കും അതുപോലെ നിങ്ങൾ കാണുന്ന വ്യക്തികൾക്കും വാഹനങ്ങൾ എല്ലാവർക്കും നിങ്ങൾ നന്ദി പറയുക, അവരെയൊക്കെ നിങ്ങൾ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുക. കാരണം നിങ്ങളോടൊപ്പം ഒരു അദൃശ്യനായിട്ടുള്ളൊരു മാനേജർ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. നിങ്ങൾ നടക്കുന്നിടത്തും ഇരിക്കുന്നിടത്തും നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെല്ലാം നിങ്ങൾക്ക് അദൃശ്യനായിട്ടുള്ള, നിങ്ങൾക്ക് കാണാൻ പറ്റാത്തൊരു മാനേജർ ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അതാണ് യൂണിവേഴ്സ്. നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ നന്ദി പറയുന്ന ഓരോ കാര്യങ്ങളും അവിടെ നോട്ട് ചെയ്യപ്പെടുന്നുണ്ട്, പ്രകൃതിയിൽ മാർക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ നിങ്ങളെക്കുറിച്ചിട്ട് യൂണിവേഴ്സ് മനസ്സിലാക്കുന്നത് ഇയാൾ എല്ലാ കാര്യങ്ങൾക്കും, കൊച്ചു കാര്യങ്ങൾക്ക് വരെ ജീവിതത്തിൽ എണ്ണി നന്ദി പറയുന്ന ഒരു മനോഭാവമുള്ള വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് കൂടുതൽ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിയിൽ കയറ്റം ഉണ്ടാവും, പ്രൊമോഷൻ ഉണ്ടാവും, നിങ്ങളുടെ കരിയറിൽ പ്രൊമോഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ശമ്പള വർധനവുണ്ടാവും, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അഭിവൃദ്ധികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം മനോഭാവത്തിൽ നമ്മൾ നിത്യ ജീവിതത്തിൽ നിങ്ങളൊരു ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളൊരു ബുക്ക് എടുത്താലും ഒരു ഫയൽ എടുത്താലും അതിനൊക്കെ നന്ദി പറയുക. നിങ്ങളൊരു വസ്ത്രമിടുമ്പോൾ ആ വസ്ത്രത്തിന് നന്ദി പറയുക. ആ വസ്ത്രം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തന്നിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിലേക്ക് അത് എത്തിച്ചു തരുവാനായിട്ട് ഒരുപാട് പേര് അധ്വാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ അവർക്കെല്ലാം നന്ദി പറയുക. അപ്പോൾ ആ മനോഭാവം നിങ്ങൾക്കുണ്ടാവുമ്പോൾ, നിങ്ങൾ സദാ നന്ദി പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും. ഇന്ന് നമുക്ക് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, നമ്മളിന്ന് ഒരു മനുഷ്യൻ തമ്മിൽ കണ്ടാൽ പോലും ചിരിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ മലയാളികളെ സംബന്ധിച്ചിട്ട് കേരളത്തിലാണ് അത്തരം കൂടുതൽ കാര്യമുള്ളത്. മറ്റ് സംസ്ഥാനത്തൊക്കെ തമിഴ്നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് കൊച്ചു കാലത്ത് അവർക്ക് അഭിനന്ദിക്കുന്ന ഒരു മനോഭാവമൊക്കെ ഉള്ള ആളുകളാണ് കൂടുതൽ. നമുക്കിവിടെ ഒന്ന് ചിരിക്കാൻ പോലും അവർ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്നതാണ്. നമുക്കറിയാം അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും സാർ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് തന്നെ. ഏത് സാധനക്കാരും വിളിക്കുന്നത് അങ്ങനെയാണ് വിളിക്കുന്നത് നമ്മളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ മാത്രം പരസ്പരം ഒന്ന് ചിരിക്കാൻ പോലും മനുഷ്യന് കഴിയുന്നില്ല. ഈഗമാണ്. ഞാൻ ചിരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാളെ അഭിനന്ദിച്ചാൽ നമ്മളെന്തോ കുറഞ്ഞു പോവും, നമ്മൾ തരം താഴ്ന്നു പോവും, അയാളുടെ മുന്നിൽ നമ്മൾ കുറഞ്ഞു പോവും എന്നുള്ള തെറ്റായിട്ടുള്ള ഈഗോ ആണ് നമ്മളുടെ മനസ്സിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ നമ്മൾ എന്ത് കൊച്ചു കാര്യങ്ങൾക്ക് പോലും നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതുവരെ നമ്മുടെ ജീവിതത്തിലുടനീളം നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ സമ്പത്തിനും സൗഭാഗ്യങ്ങൾക്കും നന്ദി പറയുന്നൊരു മനോഭാവത്തിലേക്ക് നമ്മൾ മാറണം. ഇന്ന് ഞാൻ ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളോടും നമ്മൾ പറയാറുണ്ട്, സാധാരണ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങൾ ഏത് വീഡിയോ ആണോ, ഏത് ഡേ 1 ആണോ, ഡേ 2 ആണോ, ഡേ 3 ആണോ, ഏത് ദിവസത്തെ വീഡിയോ ആണ് കണ്ടു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ താഴെ ഒരു കമൻ്റ് ഇടാൻ പറയാറുണ്ട്. അത്തരം കമൻ്റ് ഇട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവം, ഒരു സക്സസ് സ്റ്റോറി, നിങ്ങൾക്കൊരു കൊച്ചു സന്തോഷം, ഈ വീഡിയോ കണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ തുടങ്ങിക്കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം,
അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതെല്ലാം നിങ്ങളൊരു കമൻ്റായിട്ട് ഇടുക എന്ന് പറയുമ്പോൾ അത് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു പ്രചോദനമായിട്ട് മാറുന്നുള്ളതാണ്. മാത്രമല്ല, നമുക്ക് ഒരാളൊരു കുഞ്ഞു കാര്യം ചെയ്തു തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ, ഒരറിവ് നമുക്ക് ഒരാൾ പകർന്നു തന്നാൽ, ആ അറിവ് എവിടെ നിന്ന് കിട്ടിയാലും, ആരുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാലും നിങ്ങളൊരു നന്ദി പറയുക, അതിനകത്ത് ഒരു താങ്ക് യു പറയുക ആ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട്. കാരണം നിങ്ങൾ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒരു ഇൻഫർമേഷൻ അല്ലേ നിങ്ങൾക്ക് കിട്ടുന്നത്, അതിൻ്റെ താഴെ നിങ്ങൾ നന്ദി പറയാനുള്ള മനോഭാവം നിങ്ങൾ ഉണ്ടാക്കുക. ഇപ്പം ഞാനിത് വീഡിയോയ്ക്ക് താഴെ ഇത് കമൻറ്റ് പറയാനായിട്ട് എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. പക്ഷേ ഒരുപാട് പേര് വീഡിയോ കണ്ടുപോയാൽ ആരും അങ്ങനെ പറയുന്നില്ല, കമൻറ്റൊന്നും പറയുന്നില്ല. കാരണം വെച്ചാൽ ഒരുപാട് പേരൊന്നും കമൻറ്റൊന്നും പറയാതെ തന്നെ പോകുന്നുണ്ട്. കാരണം അവരുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മനോഭാവം ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലെസ്സിങ് തരേണ്ട യൂണിവേഴ്സ് ഇതേ മനോഭാവത്തിലായിരിക്കും നിങ്ങളോടും പെരുമാറുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ കൊടുക്കുമ്പോഴാണ് നമുക്ക് കിട്ടുക. ഒന്നും കൊടുക്കാത്ത വ്യക്തിക്ക് ഒന്നും കിട്ടില്ലെന്നുള്ളതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ മനോഭാവം ഒരു ഗ്രേറ്റ്ഫുൾ ആയിരിക്കുമ്പോൾ മാത്രം, നന്ദിയുള്ളവർക്ക്. ഇപ്പോൾ ഒരാൾ സഹായം ചോദിച്ച് വരുമ്പോൾ നമുക്ക് അയാൾ വളരെ ഗൗരവത്തിൽ ഒരു ജാടയിലൊക്കെയാണ് വന്ന് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് അയാൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ തോന്നുമോ? ഇല്ല. ആ സമയത്ത് നമ്മുടെ ദയ തോന്നണമേ എന്നുള്ള തരത്തിൽ നമ്മുടെ ഒരാൾ സഹായം ചോദിച്ചു വന്ന ഒരു പക്ഷേ നമുക്ക് അയാൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ തോന്നും. അപ്പോൾ ഇത് നമ്മൾ മനുഷ്യർക്ക് തോന്നുന്ന വികാരം. എങ്കിൽ നിങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം ജീവിതത്തിലേക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഈ ബ്ലെസ്സിങ് തരണമെങ്കിൽ നിങ്ങൾ ഗ്രേറ്റ്ഫുള്ളായിരിക്കണം. അങ്ങനെ നന്ദിയില്ലാത്തവരായി മാറുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു വിജയവും ഉയർച്ചയും ഇല്ലാതെ പോകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നമ്മുടെ മനോഭാവം എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് മാത്രമേ നമ്മുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നന്മകൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണോ ചിന്തിക്കുന്നത് അതാണ് ജീവിതത്തിൽ യാഥാർത്ഥ്യമാവുന്നത്. നമ്മൾ നന്ദിയുള്ള ഒരു മനോഭാവമാണ് നമ്മുടെ മനസ്സിലെങ്കിൽ നിങ്ങൾക്ക് നന്ദി പറയേണ്ട അവസരങ്ങൾ വീണ്ടും വീണ്ടും നമുക്ക് യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവം നമുക്ക് ധാരാളമായിട്ട് തന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് ഉദാഹരണം പറഞ്ഞാൽ ഒരു കൊച്ചു കമൻ്റ് ഇടാൻ പറഞ്ഞാൽ പോലും അത് ചെയ്യാനുള്ള മനോഭാവമില്ല നമുക്ക്. കാരണം നമ്മുടെ മനോഭാവം ഈഗോ ആണ്. നമ്മളെന്തിനാ അവിടെ കമൻ്റ് ഇടണം, ഇവർക്കൊക്കെ എന്തിനാണ് കമൻ്റ് ഇടുന്നത് എന്നുള്ള വളരെ സങ്കുചിതമായിട്ടുള്ള ചിന്തയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനോഭാവം നമ്മൾ വെച്ച് പുലർത്തിയാൽ നമുക്കും ബ്ലെസ്സിങ്സ് വരില്ലെന്നുള്ളതാണ്. കാരണം അങ്ങനെയാണ് അതിൻ്റെ ഒരു കോസ്മിക് ലോ, പ്രപഞ്ച നിയമം അങ്ങനെയാണ്. അപ്പോൾ വിജയിക്കണം എന്നുള്ള ആഗ്രഹമുള്ള എല്ലാവരും ഗ്രേറ്റ്ഫുള്ളായിരിക്കുക. അവരുടെ ജീവിതത്തിൽ നിരന്തരം നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലത്ത് മാറ്റം ഉണ്ടാവും, നിങ്ങളുടെ വീടുകളിൽ മാറ്റം ഉണ്ടാവും, നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ മാറ്റം ഉണ്ടാകും. കാരണം നിങ്ങളുടെ ചിന്ത എന്താണോ ആ ചിന്ത നിങ്ങൾ ചിന്തിക്കുമ്പോൾ പ്രപഞ്ചത്തിലേക്ക് ആ ചിന്ത ഒരു എനർജിയെ നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ തോട്ട്കാസ്റ്റ് ചെയ്യണം നിങ്ങളുടെ തോട്ട്സ്. അപ്പോൾ നല്ല ചിന്തകളും നന്ദിയുള്ള മനോഭാവം വരുമ്പോൾ ആ ഒരു എനർജി, പോസിറ്റീവ് എനർജിയാണ് നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് ടെലികാസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെ കൂടുതൽ നന്മയോടുകൂടി നമ്മിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ഡേ 6 നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക നന്നായിട്ട്. ഒപ്പം തന്നെ നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, പോസിറ്റീവ് ആയിരിക്കാനുള്ള വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കെല്ലാം പോസിറ്റീവ് ആകാനും ജീവിതത്തിൽ വിജയിക്കാനും ആഗ്രഹമുള്ള എല്ലാവരും ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. ഒരുപാട് വീഡിയോസ് നമ്മൾ ആദ്യം തന്നെ 28 ഡേയ്സിൻ്റെ പ്രാക്ടീസിൻ്റെ ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യേണ്ട വീഡിയോസ് നമ്മളത് ഫ്രീ ആയിട്ട് തന്നെ അതിനകത്ത് അപ്ലോഡ് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഒരുപാട് മോട്ടിവേഷനായിട്ടുള്ള കാര്യങ്ങളും ഫ്രീ വെബിനാറുകളുടെയൊക്കെ ഇൻഫർമേഷൻ ആ ഗ്രൂപ്പിൽ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ആ ഗ്രൂപ്പിൽ എല്ലാവരും ആയിരിക്കും. എല്ലാവർക്കും പോസിറ്റീവായിട്ട് വിജയിക്കാനും സാധിക്കും. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ എല്ലാവരെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.